ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. കൊച്ചടുക്കളയിലാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പല ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് പരീക്ഷിക്കാറുണ്ടല്ലോ. അതിൻ്റെ കൂടെ വളരെ ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് ഇത് വളരെ പ്രധാനമാണ്. ഞാൻ എൻ്റെ മാംഗ്ലൂർ ട്രിപ്പ് പോയപ്പോൾ അവിടെ കദ്രി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നല്ല പച്ച നിറത്തിൽ ഇഡ്ഡലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ വീഡിയോ കണ്ടവർക്കറിയാം. ആ ഒരു ഇഡ്ഡലിയാണ് ഞാൻ റീക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് വീട്ടിലേക്ക് ഞാൻ ആ ഇഡ്ഡലി തന്നെ ഉണ്ടാക്കാം. അതും നല്ലൊരു തണ്ണി ചട്നിയൊക്കെ ആയിട്ട് കഴിക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇടുന്ന ഇലകൾ എന്തൊക്കെയാണ്? ഗ്രീൻ കളറായിരുന്നു. അപ്പോൾ ഗ്രീൻ മീൻസ് ലോട്ട് ഓഫ് ലീവ്സ് ഇൻസൈഡ് ദി ഇഡ്ഡലി. അപ്പോൾ അതൊരു റവ ഇഡ്ഡലിയാണ്. അപ്പോൾ നമ്മൾ റവ ഇഡ്ഡലിയുടെ ബാറ്ററിൽ ഈ ലീഫൊക്കെ ഇട്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത്. കർണാടകക്കാർ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇലയാണത് സബാക്കി ലീഫ് എന്ന് പറയുന്നത്. സബാക്കി ലീഫ് എന്ന് പറഞ്ഞാൽ ദിൽ ലീവ്സാണ്. ദിൽ എന്ന് പറഞ്ഞൊരു നമ്മൾ ഇങ്ങനെ പറയില്ലേ, പാസ്ലി ലീവ്സ് എന്നൊക്കെ പറയുന്ന പോലെ, പാസ്ലി പിന്നെ എന്താ പറയുക, മിൻറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ദില്ലെന്ന് പറഞ്ഞിട്ടൊരു ലീഫാണ് ഞാൻ കാണിച്ചു തരാം. അതിനെ സബാക്കി എന്നാണ് പറയുന്നത്. സബാക്കി എന്നൊരു വേർഡാണ് ഉപയോഗിക്കുന്നത്, സബാക്കി ലീവ്സ്. അപ്പോൾ സബാക്കി ഇഡ്ഡലിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് വളരെ ഹെൽത്തിയാണ്, അവർക്ക് ഇഷ്ടമുള്ളൊരു ഫ്ലേവറാണ്, നല്ലൊരു ഗ്രീനായിട്ടുള്ള കുറേ ഇലകൾ, അതും ധാരാളം മല്ലിയിലയും കൂടി ചേർത്തിട്ടാണ് ആ ഇഡ്ഡലി തയ്യാറാക്കിയത്. റവ ഇഡ്ഡലി. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് കോൾഡ് എ സബാക്കി ഇഡ്ഡലി. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഈ സബാക്കി എന്ന് പറയുമ്പോൾ ഒരു കെയും കൂടെ ചേർത്ത്, ഇതിപ്പോൾ SABAKI ആണ് സബാക്കി ലീവ്സ്. അതിൻ്റെ കൂടെ ഡബിൾ K ആയി കഴിഞ്ഞാൽ സംഗതി ആകെ മാറും, ചൗരിയായി മാറും. സാഗോ അല്ലെങ്കിൽ നമ്മുടെ ടാപ്പിയൊക്ക പേൾസ് ആവും. നമ്മൾ സാഗോ എന്ന് പറഞ്ഞാൽ ചൗരി ഉണ്ടാക്കുന്ന കപ്പയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇരിക്കും സബാക്കി ലീവ്സ് എന്ന് പറഞ്ഞാൽ ഇനി കപ്പയുടെ ഇലയാണോ? അങ്ങനെയല്ല കേട്ടോ. സബാക്കി ലീവ്സ് മീൻസ് ദിൽ ലീവ്സ് ആണ്. സബാക്കി ഒരു കെയുടെ വ്യത്യാസമാണ് ഞാൻ അതിൽ കണ്ടത്. നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതാണ് സംഭവം. ഓക്കെ, ദിൽ ലീവ്സ് അറിയാം, എല്ലാവർക്കും അറിയുന്നതാണ്, കുറേ പേർക്ക് അറിയാം. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ കാണിക്കുവാണ്. ഇതേ നോക്കിക്കോളൂ. ഇതാണ് സബാക്കി ലീവ്സ് അഥവാ ദിൽ ലീവ്സ്. ഇപ്പോൾ ഒറിഗാനോ പറയുന്ന പോലെ, ഒറിഗാനോ, പാസ്ലി, അങ്ങനത്തെ അതുപോലത്തെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ഈ ദിൽ ലീവ്സ്, സബാക്കി ലീവ്സ്. പിന്നെ ഇത് ധാരാളം മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും അരിഞ്ഞെടുക്കാം. ഇത് ഏകദേശം മാക്സിമം എടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെന്താ, ഇതും കുറച്ച് ഏകദേശം ഒരു കപ്പോളം ഞാൻ അരിഞ്ഞെടുക്കാൻ പോകുന്നു. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ കട്ടിയുള്ള തണ്ടെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ ഇല മാത്രം ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഇതൊരു നല്ല ഫ്ലേവറാണ്. ഭയങ്കര ഒരു കുത്തുന്ന ഫ്ലേവറല്ല, സട്ടിലായിട്ടുള്ള ഫ്ലേവറേ ഉണ്ടാവുള്ളൂ. ഇത് അങ്ങനൊരു മണം എനിക്ക് വരുന്നില്ല. ചെറിയൊരു സുഖകരമായ മണം എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലെ. ഏകദേശം ഒരു കപ്പോളം അരിഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാം അരിഞ്ഞ് കഴിഞ്ഞു. ഇനി ഒരു മിക്സിങ്. നമ്മുടെ ചേരുവകളൊക്കെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. ഇത് റോസ്റ്റഡ് റവ, ഇത് പാലെടുത്ത് വെച്ചിട്ടുണ്ട്, 2 കപ്പ് തൈരും റെഡി. അധികം ഒരുപാട് പുളി വേണമെന്നില്ല അങ്ങനെ. അപ്പോൾ റവ എന്ന് പറയുമ്പോൾ ബോംബെ റവ. ഓക്കെ, ഈ റവ നമ്മളിപ്പോൾ അവനൊക്കെ ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഇതിപ്പോൾ റോസ്റ്റഡ് ബോംബെ റവ എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും. അതുകൊണ്ട് പ്രത്യേകിച്ച് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം 2 കപ്പ് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് തൈര്, 1 കപ്പ് തൈരും 2 കപ്പ് പാലും ഒക്കെ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഒരു 15-20 മിനിറ്റ് മാറ്റി വയ്ക്കുക. അപ്പോൾ നല്ല കുതിർന്ന് സെറ്റായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് കാര്യങ്ങളെല്ലാം താളിച്ച് അതിനകത്തേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നത്. അതോടൊപ്പം നമ്മുടെ ഈ ഇലകളും കൂടി ചേർക്കാം. ഇത് കറക്റ്റ് മെഷർമെൻറ്റാണ്, ഞാൻ എടുത്തളന്ന് വെച്ചിരിക്കുകയാണ്. തൈര് ചേർക്കാം. ഈ റവയ്ക്കൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ഈർപ്പം ഭയങ്കരമായിട്ട് വലിച്ചത് വികസിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ എത്ര വെള്ളം ഒഴിച്ചാലും അത് ശരിക്കും പറഞ്ഞാൽ വെള്ളമോ പാലോ ഏത് നമ്മുടെ ലിക്വിഡ് ഫോമിലുള്ള ഏത് കാര്യം ഒഴിച്ചാലും അത് വലിച്ചെടുക്കും. നമ്മൾക്ക് തോന്നും അയ്യോ പോരല്ലോ എന്ന് തോന്നും. അതുകൊണ്ട് അത് ആലോചിക്കണ്ട. ഇത് കുതിരാനായിട്ട് തന്നെയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോൾ 2 കപ്പ് പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ തോന്നും അയ്യോ ഇത്രയും പാല് വേണോ എന്നൊക്കെ തോന്നും. ഒരു ബുദ്ധിമുട്ടും ഇല്ല. കരിയത് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് നോക്കിക്കോളൂ. നല്ല ടൈറ്റായിട്ട്. ഉപ്പ് ചേർക്കുന്നില്ല, അത് നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഇനി കുറച്ച് പാലും കൂടി ഉണ്ട്. ഇതിപ്പോൾ അത്രയായിട്ടില്ല, ഫുള്ളായിട്ടില്ല, കുറേശ്ശെ ഒഴിക്കുന്നേ ഉള്ളൂ. കാണുന്നുണ്ടല്ലോ, ഇതിങ്ങനെ ഇപ്പോൾ ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ്. പക്ഷേ ഇങ്ങനെ ആവില്ല. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടിരിക്കും, കുതിർന്ന് സെറ്റായി വരും. ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ വേണമെങ്കിലും ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ ഇപ്പോഴേ ചേർത്തേക്കാം അല്ലേ? യെസ്, ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കാം, വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ട് ചേർക്കാം. ഇനി ഒരു സൈഡിലേക്ക് ഞാൻ മാറ്റി വയ്ക്കണു. ഓക്കെ, അടച്ച് മാറ്റി വയ്ക്കാം. ഒരു 15 മിനിറ്റ്സ് മാറ്റി വയ്ക്കാം.
അപ്പോൾ നമ്മുടെ സബാക്കി ഇഡ്ഡലി അഥവാ നമ്മുടെ ഗ്രീൻ ഇഡ്ഡലി ഓർ ഹെൽത്തി ഇഡ്ഡലി അതിൻ്റെ മിക്സിങ്, ആദ്യത്തെ മിക്സിങ് കഴിഞ്ഞു. ഇനി കുറച്ച് കാര്യങ്ങൾ താളിച്ചിടാനുണ്ട്. ഓക്കെ, അപ്പോൾ സാധാരണ ഒരു റവ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ ഞാൻ വറ്റൽമുളകൊക്കെ ചേർക്കും. ഇതിൽ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. നെയ്യിൽ തന്നെ കാര്യങ്ങളെല്ലാം താളിക്കാനായിട്ട് ചേർക്കാം. ഓക്കെ, പാത്രം ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ, എത്രയൊന്നും വേണമെന്നില്ല കേട്ടോ, ഞാനൊരു ടേസ്റ്റ് കൂടാൻ വേണ്ടി കുറച്ച് കൂടുതൽ ചേർക്കുന്നതേ ഉള്ളൂ. 1 ടേബിൾ സ്പൂൺ ആയാലും മതി. ഓക്കെ, ഇനി കുറച്ച് കടുക് ചേർക്കാം. 1 ടീസ്പൂണോളം കടുക് ഇട്ട് പൊട്ടിക്കാം. ഇനി ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് 2 3 ആകാം. 2 എണ്ണമാണ് സ്റ്റാൻഡേർഡ്. പക്ഷെ ഇത് നല്ല എരിവാണ്. 1 പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. ചെറുതായിട്ടൊന്ന് കളർ മാറ്റി തുടങ്ങുമ്പോൾ അണ്ടിപ്പരിപ്പും കൂടി ചേർക്കാം. ഈ അണ്ടിപ്പരിപ്പ് ഞാനൊരു 25 ഗ്രാം ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അളവ് എത്ര വേണമെങ്കിലും ആകാം നമുക്ക്. ഇനി അണ്ടിപ്പരിപ്പും കൂടി ചേർക്കാം. കറിവേപ്പില ഇതിലിടുന്നില്ല, അല്ലാണ്ട് വേണമെങ്കിൽ നുറുക്കി ചേർക്കാം, അരിഞ്ഞ് ചേർക്കാം. പാകത്തിന് മൂത്ത് കഴിഞ്ഞു, മതി, ഇത്ര മതി. ഓക്കെ, ഏതാണ്ട് ഒരു 15 മിനിറ്റായി ഈ അവസ്ഥയിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ച കാര്യങ്ങൾ ചേർക്കാം. ആ നെയ്യോടുകൂടിയാണ് ചേർക്കുന്നത്. ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില വെറുതെ അരിഞ്ഞിങ്ങനെ ഇടുന്നു. ഇനി ചേർക്കേണ്ട ഒരു കാര്യം ഈനോയാണ്. ഈനോ 1 ടീസ്പൂൺ എടുക്കാം. ഇത് പ്രത്യേകിച്ച് റെഗുലർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ തന്നെ പല ഫ്ലേവേഴ്സിലും കിട്ടും, ലെമൺ ഫ്ലേവർ അങ്ങനെയൊക്കെ. അത് വേണ്ട, നമുക്കിപ്പോൾ നോർമൽ മതി, റെഗുലർ. 1 ടീസ്പൂൺ. ഇത് ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞാൽ 1 ടീസ്പൂൺ അത്ര തന്നെ. ഓക്കെ, പിന്നെ ഇതിനോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കാം. ഇനി നിങ്ങൾക്ക് ഈനോ ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുക, സോഡാപ്പൊടി, ഈനോയ്ക്ക് പകരം. ആ ഒരു വ്യത്യാസം മാത്രം വരുത്തിയാൽ മതി. ഇനി ഇതിലേക്ക്, ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സാധാരണ ഒരു ഇഡ്ഡലി അല്ല, സബക് ഇഡ്ഡലിയാണ്. ഓക്കെ, അതുകൊണ്ട് സബക് ലീവ്സ്, ദാറ്റ് ഈസ് ദ ദിൽ ലീവ്സ് ചേർക്കുന്നു. ഞാൻ പറഞ്ഞില്ല, ഇതൊരു 1 കപ്പോളം നമുക്ക് ചേർക്കാം. ഇനി കുറച്ച് ടൈറ്റായി തോന്നിയാൽ ഇച്ചിരി പാലും കൂടി നമ്മൾ ചേർത്താൽ മതി. 2 കപ്പ് പാലാണ് ഒഴിച്ചത്, പക്ഷേ ഇനി നമ്മൾ ഇലയൊക്കെ ചേർക്കുമല്ലേ. സബക് ലീവ്സ് ഓർ ദിൽ ലീവ്സ് ചേർത്ത് കഴിഞ്ഞു. ഇത് നമ്മുടെ മല്ലിയില, അതും കുറച്ച് ലാവിഷായിട്ട് 1 കപ്പോളം ചേർക്കുകയാണ്. കറിവേപ്പില കുറച്ച് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഗ്രീൻ യെസ്, ഹെൽത്തി വാഷ്. ഇൻസ്റ്റൻറ്റ് ഇഡ്ഡലി അല്ലേ ഇത്, അതുകൊണ്ട് എളുപ്പത്തിൽ ചെയ്യുകയും ചെയ്യാം. ഇത് നമ്മളിങ്ങനെ എടുത്ത് വയ്ക്കുന്നൊരു പാകം. ഒരല്പം പാലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. 1/4 കപ്പും കൂടി ഒഴിച്ചു എന്ന് പറയാം. യെസ്, റെഡി. പിന്നെ ഇതിലേക്ക് ഉഴുന്നുപരിപ്പോ പിന്നെ കടലപ്പരിപ്പോ ഒക്കെ വറുക്കുന്ന സമയത്ത് അതും കൂടി എല്ലാം വേണമെങ്കിലും വറുത്ത് ചേർക്കാം. പിന്നെ നല്ല ജീരകം വേണമെങ്കിലും വറുത്തിടാം. ഒക്കെ നമ്മുടെ ഇഷ്ടം. ഇനി ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണം. ദാറ്റ് ഈസ് ഈ ദിൽ ലീവ്സ് തന്നെ, അതായത് സബക് ലീവ്സ് കുറച്ച് അതുപോലെ തന്നെ ഒരു പിടി എടുക്കുക. അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി എടുക്കുക. ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അതും കൂടി നമ്മളിതിലേക്ക് ചേർക്കാം. ഭയങ്കര ഫൈൻ പേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും പറ്റുന്ന പോലെ ഇതുപോലെ ഒന്ന് അരച്ച് ചേർക്കാം. കുറച്ചുകൂടി എക്സ്ട്രാ ഫ്ലേവർ കിട്ടും. ഇതെല്ലാം ലാസ്റ്റ് മിനിറ്റ് പരിപാടികളാണ്. ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. ഈനോ ഒക്കെ ചേർത്തു, ഇലകൾ ചേർത്തു, ബേക്കിംഗ് പൗഡറും ചേർത്തു. എന്നിട്ട് നമ്മൾ ആവിയിലേക്ക് കിട്ടുന്നതിന് തൊട്ട് മുന്നേ ഇത് ചെയ്താൽ മതി. ഇതൊരു പ്രത്യേകം വേണം. ആഹാ, നൈസ്. ചെറിയൊരു ലൈറ്റ് ഗ്രീൻ കളറാണ് ഇപ്പോൾ നമ്മുടെ ബാറ്റർ. യെസ്, അവർ ബാറ്റർ ഈസ് റെഡി ടു ഗോ. ഞാൻ അടുപ്പിൽ പാത്രത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞു. ഇഡ്ഡലി പാത്രത്തിൽ ഒരു ലൈറ്റ് ഗ്രീൻ കളർ ഉണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ, ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇനിയിപ്പോൾ ചെയ്യാൻ പോണ കാര്യം നോക്കിക്കോളൂ. ഇനി നമ്മുടെ മാവിൽ നിന്നും ഒരു തവി മാവ് കോരി, അപ്പം നെയ്യ് തടവിയ ഇഡ്ഡലി തട്ടിലാണ് ഞാനിങ്ങനെ ഒഴിച്ചു വയ്ക്കുന്നത്. ഓക്കെ, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ മുകളിലായിട്ട് ആദ്യത്തെ തട്ട്, പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും. ഏറ്റവും വലിയ തട്ടാണ് മേളിൽ വരുന്നത്, ഏറ്റവും മേളിൽ.
ഇനി പാത്രം അടച്ചിട്ട് ഒരു 15 മിനിറ്റ് 10 to 15 മിനിറ്റ്സ് സ്റ്റീമിങ്. ഓക്കെ, ഒരു 15 മിനിറ്റ്സ് ആയി കഴിഞ്ഞു. കറക്റ്റ് ടൈമിങ്. ഞാൻ തീ ഓഫ് ചെയ്ത് നോക്കട്ടെ. ഉപ്പണി. വാവ്, നമ്മുടെ ഗ്രീൻ ഹെൽത്തി ഇഡ്ലി ഈസ് റെഡി. സബാക്കി ഇഡ്ലി റെഡി. അപ്പോൾ ഇതൊന്ന് പുറത്തോട്ടെടുത്ത് ഇച്ചിരി ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഡീമോൾഡ് ചെയ്യാം. ഇനി അത് ഇച്ചിരി ഒന്ന് തണുത്തിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ചട്നി ഉണ്ടാക്കാം. ചട്നി നമുക്ക് എന്ത് ചട്നി വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു തണ്ണി ചട്നി പോലെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ കൂടുതൽ രസമായിരിക്കും. അപ്പോൾ തേങ്ങയില്ലാത്ത ഒരു ചമ്മന്തി ഉണ്ടാക്കാം. അതല്ല തേങ്ങയുടെ വെള്ള ചമ്മന്തി ആണെങ്കിലും ഗംഭീരമായിരിക്കും. ഇതിപ്പോൾ തണ്ണി ചട്നിയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ആ സ്റ്റൈലിൽ ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓറഞ്ചിഷ്. ഒരു സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ഇച്ചിരി ഇഞ്ചിയും ഒരു പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെന്താ, പൊരികടല അല്ലെങ്കിൽ നമ്മുടെ മിക്സ്ചറിനകത്ത് കിടക്കുന്ന കടലയില്ലേ, അത് ഒരു 1, 2, ഒരു 3.5 ടേബിൾ സ്പൂണോളം എടുത്ത് വെച്ചു. ഓക്കെ, നമുക്കിതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ചെണ്ണ, ഒരുപാട് വേണമെന്നില്ല, അല്പം 1.5 ടീസ്പൂൺ. ഇതിലേക്ക് ആദ്യം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ 2-3 പീസായിട്ട് മുറിച്ചെന്നേ ഉള്ളൂ. പച്ചമുളക് ഒരെണ്ണം. ഇനി ഇതിനോടൊപ്പം സവാള ഒരു മീഡിയം സൈസ് ഉണ്ടായിരുന്നു. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർക്കട്ടെ. യെസ്, ഉപ്പൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൂട്ടാമല്ലോ. ആദ്യം കുറച്ച് ചേർത്താൽ മതി. ഇതെന്തായാലും കുറച്ച് ലൂസായിട്ടുള്ളൊരു ചട്നി ആയിരിക്കും. കുറേ ചാറ് വേണം. അന്നേരം ചിലപ്പോൾ ഉപ്പ് കുറച്ചുകൂടി വേണ്ടി വരും. ട്രാൻസ്പാരൻ്റായി വരട്ടെ എല്ലാം. സവാള കളറ് മാറി തുടങ്ങി. കളറ് മാറുക എന്ന് വെച്ചാൽ ഒരു പിങ്കിഷ്, ബ്രൗൺ ഒന്നും ആവണ്ട. തീ ഒരല്പം ഒന്ന് കുറയ്ക്കണം. ഇത് നമ്മുടെ പൊട്ടുകടല അഥവാ പൊരികടല ഇട്ട്. ഇത് 3 to 4 ടേബിൾ സ്പൂൺ വരെ ആകാം. ഇത് സത്യം പറഞ്ഞാൽ തേങ്ങയുടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്നത്. തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ ചേർത്താലും മതി. പൊരികടലയുടെ അളവ് ഇച്ചിരി കുറയ്ക്കാം. ഒരു 1/2 കപ്പ് തേങ്ങയും ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ പൊരികടല ആയാലും മതി. 1 കപ്പ് തേങ്ങയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പൊരികടല മതിയാണ്. ഇതാണ്ടായി കഴിഞ്ഞു. തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി. ഇത് 1/2 മുതൽ 1 ടീസ്പൂൺ വരെ നമ്മുടെ എരിവിന് ആവശ്യമുള്ളത് ചേർക്കുക. ഒരുപാട് സ്പൈസി വേണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്താലും മതി. നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ചൂട് മതി അതിൻ്റെ ആ പച്ചച്ചുവ മാറാൻ. തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്തത്. ഓക്കെ, ഇതല്പം ഒന്ന് തണുത്തിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കണം. നമ്മുടെ ഇഡ്ഡലി ഡീമോൾഡ് ചെയ്ത് തുടങ്ങാം. യെസ്, നല്ല കാര്യമായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല മണം, അതാണ് എൻ്റെ ഹൈലൈറ്റ്. രക്ഷയില്ലാത്ത മണം. പ്ലസ് നല്ലൊരു നീല മണമുണ്ട്. രണ്ടും ഇലകളുടെയൊക്കെ ഒരു ബ്യൂട്ടിഫുൾ ഫ്ലേവർ കമ്മിങ് ഔട്ട്. നല്ലൊരു ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, എന്താ പറയുക, നമ്മുടെ ചെറുപരിപ്പിൻ്റെയൊക്കെ ഒരു കളറല്ലേ, ആ ഒരു പച്ച നിറത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഗ്രീൻ ഇഡ്ലി. വാവ്, ഇറ്റ്സ് സോഫ്റ്റ്, ഫ്ലഫി ആൻഡ് ഫുൾ ഓഫ് ഗ്രീൻസ്. അടിപൊളി. ഇതാണ് എൻ്റെ ടെക്സ്ചറും കളറും എല്ലാം. അപ്പോൾ ഇഡ്ഡലി ഈസ് റെഡി. ഇനി ചട്നി ഒന്ന് അരച്ചിട്ട് വരട്ടെ, എന്നിട്ട് താളിക്കാം. അപ്പോൾ ഇനി ജസ്റ്റ് നമ്മുടെ ചമ്മന്തി ചട്നി, തണ്ണി ചട്നി ഒന്ന് താളിക്കാം. ഇത് സാധാരണ താളിക്കൽ തന്നെയാണ്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ ഉഴുന്ന പരിപ്പും കൂടി ഇടുന്നു. ഓക്കെ, ഉഴുന്ന പരിപ്പ്, കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് താളിച്ച് അരച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒഴിക്കുന്നു. എത്ര ചാറ് വേണമെങ്കിലും ചേർക്കാം. കാര്യം നല്ല തിക്കായിട്ട് അരഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഓവർ സ്പൈസി അല്ല, ആവശ്യത്തിന്. കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ആകാം, അല്ലെങ്കിൽ ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. കടല എണ്ണയോ സൺഫ്ലവറോ. 1 ടീസ്പൂൺ നിറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങി. ഇനി ഇതിലേക്ക് ഉഴുന്ന് പരിപ്പ്. ഇതൊരു 2 ടീസ്പൂണോളം ഉണ്ട്, 1.5 ടീസ്പൂൺ എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ കളറെല്ലാം മാറി വരും പെട്ടെന്ന് തന്നെ.
2-3 വെറ്റൽ മുളക് റെഡിയാക്കി വയ്ക്കാം. മുറിച്ചിടാം. മുളകും കറിവേപ്പില. എല്ലാം പാകത്തിന് മൂത്ത് കഴിഞ്ഞു. നമ്മുടെ തീ അല്പം കുറയ്ക്കുന്നു. അരച്ച് വെച്ചിരിക്കുന്ന മിക്സ്, ചട്നി മിക്സ് നല്ല തിക്കാണ്. നോക്കി ഇതിലേക്ക് വെള്ളം കൂടി ചേർക്കണം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഇനി വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഇച്ചിരി തിക്കായിട്ടുള്ള ചമ്മന്തിയല്ലേ. ഇതിനെ കുറച്ചുകൂടെ തണ്ണിയാക്കാം, ലൂസൻ ചെയ്യാം. ഇനി നന്നായിട്ട് തിളയ്ക്കട്ടെ. അതനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം. പിന്നെ എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടി ആയാലും കുഴപ്പമില്ല. അത് പച്ചമുളകിന് നല്ല എരിവുള്ളത് കൊണ്ടാണ് ഞാൻ മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്തത്. അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ 2 ടീസ്പൂൺ വരെ ആകാം മുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട്. ആ പച്ചമുളക് എരിവ് കുറവാണെങ്കിൽ. നൈസ്. ചെറിയൊരു ഇഞ്ചിയുടെ ടേസ്റ്റും. അപ്പോൾ ഏകദേശം 1.5 കപ്പ് വെള്ളം. ഇനി 1/2 കപ്പും കൂടെ വേണമെങ്കിലും ചേർക്കാം. കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് ഈ ഒരു ചട്നിയുടെ ഒരു സ്പെഷ്യാലിറ്റി. തണ്ണിച്ചട്നി. നല്ല തിള വരട്ടെ. ഒരല്പം ഉപ്പും കൂടി വേണ്ടി വരും. അത്രയും നമ്മൾ വെള്ളം ചേർത്തില്ലേ. ഓക്കെ. ഇഡലിയിലേക്ക് കോരി ഒഴിച്ച് നിറച്ചിട്ട് കഴിക്കാനാണെങ്കിൽ ഇത്ര തിക്നെസ്സിൻ്റെ ആവശ്യമില്ല. നോക്കിയാൽ ഇതിപ്പോൾ വീണ്ടും കുറുകിയ വരുന്നത്. 1.5 കപ്പ് വെള്ളം എക്സ്ട്രാ ഒഴിച്ചിട്ടും. ഇനി വേണമെങ്കിൽ 1 കപ്പ് വെള്ളം കൂടി വേണമെങ്കിലും ഒഴിക്കാം. എങ്ങനെ വേണമെങ്കിലും. തണ്ണിച്ചട്നി എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്. ഒരു തേങ്ങ പോലും ആവശ്യമില്ല. ഇത്ര തന്നെ ധാരാളം കൂളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി മുളക് പൊടി ചേർക്കാണ്ട് ചെയ്യുകയാണെങ്കിൽ വൈറ്റ് കളറിലാണെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കയറ്റിയാൽ മതി. ഒരു 1 2 3 പച്ചമുളകാകാം. ഓക്കെ. ഇത് അത്യാവശ്യം വീണ്ടും നല്ല കുറുകി തന്നെ ഇരിക്കുന്നത്. ഇനി വേണമെങ്കിൽ വെള്ളം ചേർക്കാം. 1 കപ്പും കൂടി വേണമെങ്കിലും ചേർക്കാം. ഉപ്പ് മാത്രം എക്സ്ട്രാ ചേർത്താൽ മതി. ഓക്കെ, മതി. തീ ഓഫ് ചെയ്യാം. പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി 2 ഇഡലി വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നതെന്ന് കാണിക്കാം. നിറയെ ചട്നി ഒഴിക്കും. ഇപ്പോൾ 2 ഇഡ്ഡലിയുടെ ചട്നി ഇത്ര തന്നെ പോരെ, ധാരാളം. എന്തൊരു സംഭവം അറിയോ, സൂപ്പർ ഇഡ്ഡലി. നോക്കിക്കോളൂ, ഇത് നോക്കേ. വാവ്, ഇത് ഫുൾ ഓഫ് ദ ലീവ്സ് ആൻഡ് എന്താ പറയുക, മല്ലിയില കൊമ്പമാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഒരു പ്രത്യേക ഫ്ലേവറാണ്. നമ്മൾ ഇതുവരെ കഴിച്ചിട്ടുള്ള ഫ്ലേവറും അല്ല കേട്ടോ. വെരി ടേസ്റ്റി. ഇഡ്ഡലി മാത്രം കഴിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇത് ചട്നിയുടെ കൂടെ ആകുമ്പോൾ പിന്നെ പറയാനുമില്ല. മലയിലയും ദിൽ ലീവ്സും കൂടെ ഒരു സ്പെഷ്യൽ കോമ്പിനേഷനാണ്. ഇതിന് കൊടുക്കുന്നൊരു അപാര സ്വാദാണ്. ഈ ഒരു ചമ്മന്തി എൻ്റെ കൂടെ നല്ലതായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് രണ്ട് ഇഡലിയൊന്നുമല്ല, കൂടുതൽ കഴിക്കും. വെരി ടേസ്റ്റി, പിന്നെ ഹെൽത്തിയാണ്. നിങ്ങളുടെ നോർമൽ ഇഡ്ഡലി, ഇപ്പോൾ റവ അല്ല, സാധാരണ നമ്മുടെ അരി ഉഴുന്ന് ചേർത്തുള്ള ഇഡ്ഡലി ആണെങ്കിലും അതല്ല മില്ലറ്റ്സ് ചേർത്തിട്ടുള്ള ഇഡ്ഡലി ആണെങ്കിലും സെയിം മെത്തേഡിൽ തന്നെ ചെയ്തോളൂ. ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഇഡ്ഡലിയാണ്, അല്ലാണ്ട് നമ്മൾ പുളിപ്പിച്ചൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിലും ഇതുപോലെ ഇലയെല്ലാം അരിഞ്ഞിട്ടിട്ട് ചെയ്താൽ മതി. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ കാണാമല്ലോ നിറയെ ഇലയൊക്കെ ആയിട്ട്. വാവ്, ഇറ്റ്സ് എ വാവ് ഫീലിംഗ്. Entirely different experience. So this is my breakfast. എല്ലാവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെയാണ്. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് നേരത്തെ കഴിക്കുന്നു, കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ നല്ല യമ്മി സബാക്ക് ഇഡ്ഡലി ഞാൻ കഴിച്ചു കഴിഞ്ഞു. സബാക്ക്
റവ ഇഡ്ഡലിയാണ്. സൂപ്പറായിരുന്നു. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു ഇഡ്ഡലി ഞാൻ കഴിച്ചിട്ടില്ല. കഴിച്ചു, മാംഗ്ലൂർ പോയപ്പോൾ കഴിച്ചു. ഓക്കെ, അതാണ് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ. അതിൽ നിന്നാണ് ഞാൻ പ്രചോദനം ഉൾക്കൊണ്ടിട്ട് ഇതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചത്. ഇത് നല്ലതാണ്, ഭയങ്കര നല്ലതാണ്. യു ക്യാൻ ഡെഫിനറ്റ്ലി മേക്ക്, യാതൊരു സംശയവും വേണ്ട. ഹൈലി റെക്കമെൻഡഡ് ആണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ചെയ്യാം, അല്ലെങ്കിൽ ഡിന്നറിന് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ടിഫിൻ കഴിക്കാൻ തോന്നുമ്പോൾ ഇത് ചെയ്യാം. ഓക്കെ, വലിയ സന്തോഷം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് ഈ രീതിയിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ് ഞാൻ. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്. ലവ് യു ആൾ.